നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾസായ എ, ആന്, വി എ പറ്റിയാണ്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ എ, ആന്, വി എ. സോ ഒന്നാമത് നമുക്ക് എയും ആനും നോക്കാം. എയും ആനും നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് ഒരു തിങ്ങിനെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, എനി വൺ തിങ്, അതായത് ഒരു തിങ്ങിനെ സൂചിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ നമ്മൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു സെൻറ്റൻസ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. എ ബനാന ഈസ് ഡെലിഷ്യസ്. അവിടെ ഞാൻ എ ബനാന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആശയം എനി ബനാന മീൻസ് ഞാൻ എല്ലാ ബനാനയും കൂടെ ചേർത്ത് ഒരു കോമൺ ആയിട്ട് പറയുകയാണ് എ ബനാന ഈസ് ഡെലിഷ്യസ്. മീൻസ് അതിൽ ഏത് ബനാനയും ആകാം. സോ അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് എ ബനാന ഈസ് ഡെലിഷ്യസ് എന്ന് വെച്ചാൽ ബനാന ഡെലിഷ്യസ് ആണ് എന്നാണ് അതിൻ്റെ ആശയം. സോ അപ്പോൾ തന്നെ ഞാൻ ഇതിനെ ദി വെച്ച് ഞാൻ വേറൊരു ആശയത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. സോ അപ്പോൾ ഞാൻ അതിന് ആദ്യം ഒരു സന്ദർഭം പറയാം, എന്നാലും നിങ്ങൾക്കത് പിടിയെടുത്തുള്ളൂ. അതായത് സന്ദർഭം എന്ന് വെച്ചാൽ ഞാനൊരു ഷോപ്പിൽ ചെന്നു, എന്നിട്ട് ഞാൻ അവിടുന്ന് ഒരു ബനാന എടുത്തിട്ട് ഞാൻ ആ ബനാനയെ നോക്കി പറയുകയാണ് ദ ബനാന ഈസ് ഓൾഡ് എന്ന്. സോ അതായത് ഞാൻ ആ ബനാനയെ സ്പെസിഫിക്കായിട്ട് നോക്കി ഞാൻ പറയാൻ നേരത്തെ ഞാൻ യൂസ് ചെയ്ത ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ വി ആണ് യൂസ് ചെയ്തത്. സോ അതായത് സ്പെസിഫിക്കായിട്ട് ഞാൻ ആ ബനാനയെ പറയുകയാണെങ്കിൽ ദ ബനാന എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. സോ അത് നോട്ട് ചെയ്യുക. അവിടെ നമ്മൾ എ ബനാന ഈസ് ഓൾഡ് എന്ന് പറയില്ല. എ ബനാന ഈസ് ഓൾഡ് എന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാ ബനാനകളും ഓൾഡ് എന്നൊരു ആശയത്തിലോട്ട് പോകും. സോ നമ്മൾ സ്പെസിഫിക്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ ആ ബനാന എടുത്ത് നമ്മൾ സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ദ ബനാന നമ്മൾ പറയാവും. സോ അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ നമ്മൾ എയും ആനെ യൂസ് ചെയ്യുന്ന വേറൊരു സന്ദർഭമാണ് നമ്മൾ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ഫസ്റ്റ് ടൈമിൽ നമ്മൾ സംസാരിക്കുമ്പോൾ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ എഴുതിയിരിക്കുന്നത്. അതായത് ഞാനൊരു സിനിമ കണ്ടിട്ട് എൻ്റെ സുഹൃത്തിനോട് പറയുന്നൊരു സെൻറ്റൻസാണ് ഐ വാച്ച് എ മൂവി. സോ അപ്പോൾ അവിടെ ശ്രദ്ധിച്ചറിയാം ഐ വാച്ച് എ മൂവി എന്ന് പറയാം. ഞാൻ ഫസ്റ്റ് അദ്ദേഹത്തോട് സംസാരിക്കാം. സോ അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ അതായത് നമ്മൾ കണ്ടുകൊണ്ട് കണ്ട കാര്യങ്ങൾ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ അത് നമ്മൾ പറയുമ്പോൾ എ വെച്ച് വേണം നമ്മൾ നൗണിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ യൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആർട്ടിക്കിൾസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നൗണിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ അപ്പം നമ്മൾ എ എപ്പോഴാണ് രണ്ടാമത്തെ നമ്മുടെ സെക്ഷൻ എവിടെയായിരുന്നു? ഫസ്റ്റ് ടൈം. അതായത് ഫസ്റ്റ് ടൈമിൽ കണ്ട കാര്യങ്ങളൊക്കെ, അതായത് ഫസ്റ്റ് ടൈമിലെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൗണിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. സോ അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഐ വാച്ച് എ മൂവി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി ഞാൻ അതേ കാര്യം ദി വെച്ച് നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ സെക്കൻഡ് ടൈം അതേ കാര്യത്തെപ്പറ്റി ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ദി വെച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത് ദ മൂവി വാസ് ഫൺ എന്ന് പറയുന്നത്. ആ സിനിമയെ പറ്റി ഞാൻ പിന്നെയും പറയുകയാണ് ദ മൂവി വാസ് ഫൺ എന്ന് ഞാൻ പറയുകയാണ്. അവിടെ എനിക്ക് എ മൂവി വാസ് ഫൺ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ എനിത്തിങ് ആയിപ്പോയി, എല്ലാ മൂവീസും ഫണ്ണായെന്ന് പറഞ്ഞൊരു ആശയത്തിലോട്ട് പോകും. സോ നമ്മൾ ആ സ്പെസിഫിക്കായിട്ട് ആ മൂവി ഫണ്ണാണെന്ന് പറയാൻ വേണ്ടി ദ മൂവി വാസ് ഫൺ എന്ന് വേണം നമ്മൾ പറയുവാൻ വേണ്ടിയിട്ട്. സോ അപ്പം സെക്കൻഡ് ടൈമിൽ നമ്മളൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കുവാണെങ്കിൽ നമ്മൾ സെൻറ്റൻസിൽ ആഡ് ചെയ്ത് നമ്മുടെ നൗണിൻ്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്ത് വേണം നമ്മൾ സംസാരിക്കാൻ. സോ അതിനൊരു എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ നോക്കിയത്. സോ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വൺ ആൻഡ് ഓൺലി നൗൺസ്, അതായത് എക്സാമ്പിൾ പറയുവാൻ സൺ ഒരു സണ്ണല്ലേ ഉള്ളൂ. സോ അപ്പോൾ നമ്മൾ സണ്ണിനെ പറ്റി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ദ സൺ എന്ന് ചേർത്തതായിരിക്കും നമ്മൾ പറയുന്നത്. ആ ഒരു എക്സാമ്പിളാണ് അവിടെ എഴുതിയിരിക്കുന്നത് ദ സൺ ഈസ് ഹോട്ട്. സോ അപ്പം വൺ ആൻഡ് ഓൺലി തിങ്ങിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ദി ചേർക്കാൻ നമ്മൾ മറക്കരുത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. കുറച്ച് സെൻറ്റൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഒന്നാമത്തത് എ ലയൺ ഈസ് ഡേഞ്ചറസ്. ജസ്റ്റ് ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ എ ലയൺ ഈസ് ഡേഞ്ചറസ് എന്നാണ് ഞാൻ ആ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ വന്നപ്പോൾ അതിൻ്റെ ആശയം എനി ലയൺ എന്നാണ് ഞാൻ, അതായത് എല്ലാ ലയൺസിനും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒന്നാകാം. മീൻസ് അപ്പോൾ അതിൻ്റെ ഒരു ആശയം എനി ലയൺസിൽ കൂട്ടത്തിലെ, അതായത് മീൻസ് ഞാൻ ആ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എനി ലയൺസ് ഏതുമാകാം. സോ അപ്പം എ ലയൺ ഈസ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഞാൻ പറയുകയാണ് ലയൺ ഡേഞ്ചറാണെന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇറ്റ്സ് എ ഡോഗ്. അതായത് ഞാനൊരു ഡോഗിനെ കണ്ടിട്ട് പറയുകയാണ് ഇറ്റ്സ് എ ഡോഗ്. ഫസ്റ്റ് ടൈം കാണുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഡോഗിൻ്റെ ഫ്രണ്ടിൽ എ ചേർത്തിരിക്കുകയാണ് ഇറ്റ്സ് എ ഡോഗ്. ഇനി ഞാൻ അതേ ഡോഗിനെ പറ്റി രണ്ടാമത് പറയുന്നതാണ് ചേർത്തിരിക്കുന്നത് ദ ഡോഗ് ഈസ് ക്യൂട്ട് എന്ന് പറയും. സോ അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈമിൽ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡോഗിൻ്റെ കൂടെ നമ്മുടെ ആർട്ടിക്കിൾ ഏതാണ് ചേർത്തത്? ബി ആണെന്ന് ഞാൻ ചേർത്തത്. അതായത് ദ ഡോഗ് ഈസ് ക്യൂട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ അപ്പം അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം.
ഇതേപോലെ സെയിം ഒരു സെൻറ്റൻസ് ആണ്. ഇറ്റ്സ് ആൻ ആൻഡ്. അത് അതേപോലെ ഞാൻ ഫസ്റ്റ് ടൈം തന്നെ സംസാരിക്കുകയാണ്. ഒരു ഉറുമ്പിനെ കണ്ടിട്ട് സംസാരിക്കുക. ആൻഡ് എന്ന് വെച്ചാൽ ഉറുമ്പെന്നാണ്. അപ്പം ഇറ്റ്സ് ആൻ ആൻഡ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആൻ എന്തിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്? വോവൽസ് വരുമ്പോഴാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ AN ആൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുകയാണ് ഇറ്റ്സ് ആൻ ആൻഡ് എന്ന് പറയുകയാണ്. ഇനി അതേ ആൻഡിനെ പറ്റി ഞാൻ രണ്ടാമത് പറയുകയാണ്. അതാണ് അതിനോട് ചേർത്ത് എഴുതിയിരിക്കുന്നത്. ദ ആൻഡ് ഈസ് സ്മോൾ. അതായത് ഞാൻ അവിടെ ആർട്ടിക്കിൾ ഏതാണ് യൂസ് ചെയ്തത്? ആനല്ല യൂസ് ചെയ്തത്, ദി ആണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുകയാണ് ദ ആൻഡ് ഈസ് സ്മോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. സോ അപ്പോൾ അതും പിടികിട്ടിയിട്ട് വിചാരിക്കുന്നു. സെക്കൻഡ് ടൈം നമ്മൾ പറയാൻ നേരത്തും ആർട്ടിക്കിൾ ദി വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സോ അപ്പോൾ അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഇറ്റ്സ് ദ മൂൺ. ഇസ് ദ മൂൺ. അപ്പം ഇസ് ദ മൂണിൽ ഞാൻ ദ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ ദ ചേർത്ത് പറഞ്ഞത്? നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. മൂൺ ഒന്നേ ഉള്ളൂ, വൺ ആൻഡ് ഓൺലി വൺ തിങ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ദി ചേർത്ത് ഞാൻ പറഞ്ഞത്. ഇസ് ദ മൂൺ. അതേപോലെ ഞാൻ മൂണിനെ പറ്റി പിന്നെയും പറയുകയാണ്. ദ മൂൺ ഈസ് റൗണ്ട്. അവിടെ ഞാൻ ദി തന്നെയാണ് ചേർത്തത്. എന്തുകൊണ്ടാണ്? വൺ ആൻഡ് ഓൺലി മൂണാണ്, ഒരേ ഒരു മൂണേ നമുക്കുള്ളൂ. സോ അപ്പം ദ മൂൺ ഈസ് റൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് നോക്കാം. അത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ജസ്റ്റ് നമുക്ക് നോക്കാം. സോ അതാണ് ആ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ പൂരിപ്പിക്കേണ്ട ഭാഗത്ത് ഡോട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പൂരിപ്പിക്കണം. ആൻസർ ഞാൻ സൈഡിൽ എഴുതുന്നുണ്ട്. അത് നോക്കി ഇപ്പോൾ പറയല്ലേ. ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ഐ സി ഡെസ്ക് ആൻഡ് ചെയർ. ഞാൻ അവിടെ ആ രണ്ട് ബ്ലാങ്കിലും എന്താണ് പൂരിപ്പിക്കേണ്ടത് നിങ്ങൾ പറയണം. ഐ സി ഡെസ്ക് ആൻഡ് ചെയർ എന്താണ് ചേർക്കേണ്ടത്? അതായത് ഞാനൊരു ഡെസ്ക് ഒരു ചെയർ കണ്ടിട്ട് പറയുകയാണ്. ഐ സി ഡെസ്ക് ആൻഡ് ചെയർ. ഞാൻ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്? എ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഐ സി എ ഡെസ്ക് ആൻഡ് എ ചെയർ എന്ന് വേണം നമ്മൾ പറയാം. സോ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് അതിനെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ നമ്മൾ എ വേണം നമ്മൾ യൂസ് ചെയ്യുക. സോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാം, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഐ സി ഞാൻ ആദ്യം ആൻസർ പറഞ്ഞു. ഐ സി ഒക്ടോപ്പസ്. അപ്പോൾ അവിടെ ഞാൻ എന്താണ് ചേർക്കുന്നത്? ഐ സി ഒക്ടോപ്പസ്. ഒക്ടോപ്പസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ നീരാളി എന്ന് പറയും. സോ അപ്പം ഐ സി ഒക്ടോപ്പസ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ്. ഞാൻ ഒരു ഒക്ടോപ്പസിനെ കണ്ടിട്ട് പറയുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഏത് ആർട്ടിക്കിളാണ് ചേർക്കേണ്ടത്? ആനാണ് ചേർക്കുന്നത്. അതായത് ഐ സി ആൻ ഒക്ടോപ്പസ് എന്ന് വേണം പറയാൻ. ഞാനൊരു നീരാളിയെ കണ്ടിട്ട് പറയുകയാണ് ഐ സി ആൻ ഒക്ടോപ്പസ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. സോ അപ്പോൾ അതിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഇറ്റ്സ് പെൻ. പിന്നെയും ബ്ലാങ്ക് ആണ്. ഞാൻ ഡോട്ട് ഇട്ടേക്കുന്നത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും ബ്ലാങ്ക് ആണ്. പെൻ ഈസ് ത്രെഡ്. ആ പെന്നിനെ പറ്റി ഞാൻ പിന്നെയും പറയുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ആ പെന്നിനെ പറ്റി പറയുകയാണെങ്കിൽ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്? ഇറ്റ്സ് എ പെൻ എന്നാണ് പറയേണ്ടത്. ഇറ്റ്സ് എ പെൻ എന്നാണ് പറയേണ്ടത്. ഇനി ഞാൻ രണ്ടാമത് ആ പെന്നിനെ പറ്റി പിന്നെയും പറയുകയാണ്. ആ പെന്ന് റെഡ് ആണെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്? ദ ആണ് യൂസ് ചെയ്യേണ്ടത്. ദ പെൻ ഈസ് ഗുഡ് എന്ന് റെഡ് എന്ന് വേണം നമ്മൾ പറയുവാൻ വേണ്ടി. സോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഷീ ഈസ് ഗേൾ. ജസ്റ്റ് ഒരു സെൻറ്റൻസ് എടുക്കുന്നുള്ളൂ. ഷീ ഈസ് ഗേൾ ഫുൾ സ്റ്റോപ്പ്. പിന്നെ ഞാൻ ആ ഗേളിനെ പറ്റി പറയുകയാണ്. ഗേൾ ഈസ് പ്രറ്റി. സോ അപ്പം ഞാൻ ഏത് ആർട്ടിക്കിളാണ് രണ്ട് ഭാഗത്ത് ഞാൻ യൂസ് ചെയ്യേണ്ടത്? ആദ്യത്തെ ഭാഗത്ത് ഞാൻ യൂസ് ചെയ്യേണ്ടത് ഷീ ഈസ് എ ഗേൾ എന്ന് വേണം പറയാൻ. എ വേണം യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ഇടേണ്ട ആർട്ടിക്കിൾ ദ വേണം. അതേ ഗേളിനെ പറ്റി ഞാൻ പിന്നെയും പറയുവാണ്. സോ നമ്മൾ ദ വേണം യൂസ് ചെയ്യാം. ദ ഗേൾ ഈസ് പ്രറ്റി എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടി. സോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഐ ക്യാൻ സീ ബ്ലാങ്ക് സ്കൈ. ഏത് ആർട്ടിക്കിൾ വേണം ഞാൻ യൂസ് ചെയ്യാൻ? സ്കൈ ഒരേ ഒരു സ്കൈയെ നമുക്കുള്ളൂ. അപ്പം ഞാൻ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഐ ക്യാൻ സീ ദ സ്കൈ എന്ന് വേണം നമ്മൾ പറയുവാനായിട്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എയും ആനും ദയും യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അത് ദ യൂസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് എപ്പോഴും തെറ്റ് പറ്റുന്ന ഒരു മേഖലയാണത്. സോ നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ കുറച്ച് സെൻറ്റൻസ് എഴുതാം. അത് നിങ്ങൾ ജസ്റ്റ് നമുക്കൊരു അറിവുണ്ടല്ലോ ഇംഗ്ലീഷിൽ. അതിൽ നിങ്ങളുടെ ഒരു അറിവ് വെച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ പറയണം. നമുക്ക് നോക്കാം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ദ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഞാൻ ജസ്റ്റ് അതിന് സ്ലാഷ് ഇട്ട് എഴുതിയിരിക്കുന്നതാണ്. നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്ലാഷ് ഇട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പം ഞാൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയണോ ദ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയണോ? നിങ്ങൾ തന്നെ പറയണം. എങ്ങനെ ഏതായിരിക്കും ശരി? ദ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണോ കറക്റ്റ്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണോ കറക്റ്റ്? എന്താണ് പറയേണ്ടത്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് കറക്റ്റ്. ദ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ ആ സെൻറ്റൻസ് കൂടെ ചേർത്ത് പറയത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ജനറൽ കൺസെപ്റ്റിലും ജനറൽസ് ഐഡിയയിലും നമ്മൾ
അതായത് ദ ചേർത്ത് നമ്മൾ സംസാരിക്കാറില്ല, അത് ഓർത്തിരിക്കുക. സോ അതായത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ പറയും. ദ ലൈഫ് വെച്ച് നമുക്ക് ചേർത്ത് പറയാം. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴാണ് സ്പെസിഫിക്കായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തെ ചേർത്ത് പറയുവാണെങ്കിൽ നമുക്ക് ദ ലൈഫ് വെച്ച് ചേർത്ത് പറയാം. അതാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. ദ ലൈഫ് ഓഫ് വൈസ് പീപ്പിൾ ഈസ് ബ്യൂട്ടിഫുൾ. അവിടെ എനിക്ക് ദ ലൈഫിൻ്റെ കൂടെ ദ ചേർത്ത് പറയാം. പക്ഷേ ആദ്യത്തെ സെൻറ്റൻസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ചേർക്കാൻ പറ്റില്ല. കാരണം അത് ജനറൽ കോൺസെപ്റ്റാണ്, ജനറൽ ഐഡിയ ആണ്. ജനറൽ കോൺസെപ്റ്റും ജനറൽ ഐഡിയ വരുമ്പോൾ നമ്മൾ ചേർക്കുവാൻ പാടില്ല. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. സോ അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ നമുക്ക് ചേർക്കാം. സ്പെസിഫിക് ആയിട്ട് ഞാൻ ഒരു ആൾക്കാരെ നോക്കി പറയുകയാണ്, വയസ്സായിട്ടുള്ള പീപ്പിൾസിനെ നോക്കി പറയുകയാണ്, ദ ലൈഫ് ഓഫ് വൈസ് പീപ്പിൾ ഈസ് ബ്യൂട്ടിഫുൾ. അവിടെ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളായ നമുക്ക് ചേർക്കാം. സോ അത് ഓർത്തിരിക്കുക. അതേപോലത്തെ ഒരു സെൻറ്റൻസോടെ നോക്കാം. ഫ്രണ്ട്ഷിപ്പ് ഈസ് പ്രഷ്യസ്, അല്ലെങ്കിൽ ദ ഫ്രണ്ട്ഷിപ്പ് ഈസ് പ്രഷ്യസ്. ഇതിൽ ഞാൻ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഫ്രണ്ട്ഷിപ്പ് ഈസ് പ്രഷ്യസ് എന്ന് പറയണം, ദ ഫ്രണ്ട്ഷിപ്പ് ഈസ് പ്രഷ്യസ് എന്ന് പറയണം. ഫ്രണ്ട്ഷിപ്പ് ഈസ് പ്രഷ്യസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ദ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആദ്യത്തെ സെൻറ്റൻസ് അതായത് ദ ഫ്രണ്ട്ഷിപ്പ് പ്രഷ്യസ് എന്ന് പറയുന്നത് ഒരു ജനറൽ ഐഡിയ ആണ്, ജനറൽ കോൺസെപ്റ്റാണ്. അവിടെ നമുക്ക് ദയുടെ ആവശ്യമില്ല. പക്ഷേ ഞാനൊരു സ്പെസിഫിക് ആയിട്ട് കുറച്ച് പേരെ നോക്കി പറയുകയാണെങ്കിൽ അവിടെ എനിക്ക് ദ ചേർക്കാം. സോ അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദോസ് ടു ചിൽഡ്രൻ ഈസ് പ്രഷ്യസ്. സോ അങ്ങനെ ഞാൻ സ്പെസിഫിക് ആയിട്ട് ആരെങ്കിലും നോക്കിയോ എന്തെങ്കിലും കാര്യത്തിൽ നോക്കിയോ പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ ദി ചേർക്കുവാൻ സാധിക്കും. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കാം. ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദോസ് ചിൽഡ്രൻ ഈസ് പ്രഷ്യസ്. സോ അതായത് എനിക്കവിടെ ദി നമുക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടെ ചേർക്കാം. സോ അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഒറ്റ സെൻറ്റൻസ് കൂടെ നോക്കാം. ഹാപ്പിനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ദി ഹാപ്പിനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഞാൻ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഹാപ്പിനെസ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയണോ, ദി ഹാപ്പിനെസ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയണം? നിങ്ങൾ തന്നെ പറയണം. ഹാപ്പിനെസ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മതി. ദി ഹാപ്പിനെസ്സിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ആ സെൻറ്റൻസിൽ ജനറൽ കോൺസെപ്റ്റ് ഒരു ജനറൽ ഐഡിയയുമാണ് വരുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ദി ഹാപ്പിനെസ് എപ്പോഴും യൂസ് ചെയ്യുക ഇവിടെയാണ് എന്തെങ്കിലും കാര്യത്തിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കി പറയുകയാണെങ്കിൽ. അതാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. ദ ഹാപ്പിനെസ് ഓഫ് മൈ ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ അവിടെ നമുക്ക് ഹാപ്പിനെസ്സിൻ്റെ മുന്നിൽ നമുക്ക് ചേർക്കുവാൻ സാധിക്കും. അവിടെ ഞാൻ എൻ്റെ ഫാമിലിയെ പറ്റി സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുകയാണ്. അവിടെ എനിക്ക് ഹാപ്പിനെസ്സിൻ്റെ കൂടെ നമുക്ക് ചേർക്കുവാൻ സാധിക്കും. സോ അപ്പോൾ അത് ഓർത്തിരിക്കാം. ഒറ്റ എക്സാമ്പിളോടെ നമുക്ക് എടുത്ത് നിർത്താം. ഐ വാണ്ട് ടു മേക്ക് മണി, അല്ലെങ്കിൽ ദി മണി. ഇതിൽ ഞാൻ മണി യൂസ് ചെയ്യണോ, ദ മണി യൂസ് ചെയ്യണോ? നിങ്ങൾ തന്നെ പറയണം. മണി യൂസ് ചെയ്താൽ മതി. ഐ വാണ്ട് ടു മേക്ക് മണി എന്ന് യൂസ് ചെയ്താൽ മതി. ദ മണീന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ആ സെൻറ്റൻസ് ഒരു ജനറൽ ഐഡിയ ആണ്. സോ അതുകൊണ്ട് നമുക്ക് അവിടെ ദ മണിയുടെ ആവശ്യമില്ല. പക്ഷേ ദ മണി ചേർത്ത് നമുക്ക് സംസാരിക്കാം. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ക്യാഷ് ഉണ്ടാക്കുന്നതെങ്കിൽ ദ മണി ചേർത്ത് നമുക്ക് സംസാരിക്കാം. അതാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. ഐ വാണ്ട് ടു മേക്ക് മണി, ഐ നീഡ് ടു പേ മൈ റെൻറ്റ്. എൻ്റെ റെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മണിയുടെ മുന്നിൽ ഞാൻ ചേർത്തിരിക്കണം. സോ അപ്പം നിങ്ങൾക്ക് ഇത്രയും സെൻറ്റൻസുകൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ആർട്ടിക്കിൾസൊക്കെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ദി എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അവസാനത്തെ ആ സെഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. സോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.